ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്തുമാക്കുന്നത്? പിന്നെ കോഴിക്കറി നെയ്ച്ചോറ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഡിന്നർ വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ചെറിയ ഇതിൻ്റെ അടുത്ത് ഒരു വീഡിയോ എടുത്തു ആയെങ്കിലായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കോഴിക്കറി നെയ്ച്ചോറ് വെക്കാമെന്നുള്ള ഉള്ളി പച്ചപ്പുളി കഴിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചുറക്കാൻ വേണ്ടി സെറ്റ് വെച്ചിട്ടുള്ള കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്. ഇതിൽ 1.5 പാട്ട അരി എടുത്തിട്ടുള്ള. അപ്പോൾ 3 പാട്ട വെള്ളം, 2 പാട്ട ഒഴിച്ച് 1 പാട്ടയും കൂടി വെക്കണം. ഉപ്പിടുന്നുണ്ട്. കട്ട് കളക്കുന്ന അരി കഴിക്കിടാം. ക്യാരറ്റ് ഇടുന്നുണ്ട്. നല്ല ഉള്ളി അരി അതിട്ടുണ്ട്. തക്കാളി ഇടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കും. ഇങ്ങനെ നല്ലോണം മീൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ നല്ല മിക്സാക്കി ഒട്ടയും കറാമ്പ് നെയ്ച്ചോറിൻ്റെ വെള്ളം തിളക്കാനായി. അപ്പോൾ നമുക്ക് ആയി വരുന്നുണ്ട്. അത് കുതിരാൻ വെച്ചിട്ടുണ്ട്. നേരത്തെ കുതിർത്ത് വെച്ച് ആക്കി ചെറുനാരങ്ങ നീര് വയ്ക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് വയ്ക്കുന്നുണ്ട്. ചെറുപ്പുളിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചെങ്കിലേ ചോറെല്ലാം നല്ല ഒറ്റയായിട്ട് കിട്ടും. ചോറും കറിയെല്ലാം ഉണ്ടാക്കുന്ന ഇരുന്നുണ്ട്. അപ്പോൾ കോയിന്ന് വെള്ളമെല്ലാം വന്ന് എല്ലാം മിക്സായി നല്ല പാങ്ങായി. ഇങ്ങനെ കോഴിക്കറി വെച്ചെങ്കിൽ പാങ്ങുണ്ടാവും. നെയ്യെല്ലാം ഇട്ട് കുറച്ചേ ഉണ്ടായത് അവിടെ ഇട്ട് കൊടുത്തു. ഇത് കയ്യിലിട്ടാക്കിയിട്ട് അടച്ചിട്ട് മൂടിക്കാം. 3 വീസിലായാൽ മതി. ചിക്കൻ കറിയും നല്ല മസാലകൾ ഇനി വെന്ത് വെള്ളത്തിലെത്തി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് അടിക്കണം. ലൈക്ക് ഇട്ടെങ്കിൽ പിന്നെ വെള്ളം വെച്ച് കുറച്ച് ജീരകവും മസാലപ്പൊടിയിലും കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം അത്രയും മതി. ഒരു ജീരകം, ഗരം മസാല, കുരുമുളക് പൊടി, ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കസായം വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും ചെറുപ്പുളി പീഞ്ഞിട്ട് അതിൻ്റെ തോടിട്ടിട്ടുള്ളത്. അതിൽ കൊളസ്ട്രോളിൻ്റെ ഏറ്റവും നല്ല സാധനം. ഇപ്പം നേരെ ക്ഷീണാന്നുണ്ടെങ്കിൽ ഏതാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് കൊളസ്ട്രോളെല്ലാം ഉണ്ടെങ്കിലെല്ലാം ഇത് കുറച്ച് തിളപ്പിച്ചിട്ട് കുടിച്ചാൽ മതി. ഇല്ല രാത്രി തിളപ്പിച്ചിട്ട് രാവിലെ കുടിച്ചാൽ മതി. നല്ല ഗുണമുണ്ട്. ഇഞ്ചിയും ചെറുപ്പുളിൻ്റെ പിന്നെ കുറച്ച് കാര്യം ജീരകം ഇട്ടത് ഉള്ളതുകൊണ്ട് ഇട്ടത് അത്രമാത്രം. വെള്ളം വെച്ച് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇത്ര ഉപ്പിട്ട് കൊടുത്ത്. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കിട്ട് വെക്കാൻ കുറേ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ച് ഇതിലേക്ക് ഉപ്പിട്ട് മഞ്ഞൾപ്പൊട്ടിയിട്ട് തിളക്കുമ്പോൾ കോഴിയിടണം. കോഴിയിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കോഴി ഇട്ടിട്ടുണ്ട്. തിളച്ചുകൊണ്ട് വന്ന് തിളക്കുമ്പോൾ ഇതിങ്ങനെ
കസായം തിളച്ച് നല്ല തിളച്ച് നല്ല മാറ്റമുണ്ട്. കുടിച്ചിട്ട് എത്രയോ മാറ്റമുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കുടിക്കരുത്, നല്ലതന്നെ. കോഴി കാച്ചാൻ വേണ്ടിയിട്ട് ഉപ്പിടുന്നുണ്ട്. കുറച്ച് ഉപ്പ് മതി. കോഴിക്ക് ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചതല്ലേ, അപ്പം അതുകൊണ്ട് കുറച്ച് മതി. കുറച്ച് വെളുത്തുള്ളി, കോൺഫ്ലവർ, മുളകിൻ്റെ പൊടിയും ഉപ്പും മുളകിൻ്റെ പൊടിയും പിന്നെ ഇതിലോട്ട് മിക്സാക്കി കുറച്ച് വെള്ളം ഒഴിക്കുക. കോഴി ഇടുന്നുണ്ട്. ഇത് ഇല്ലെങ്കിൽ കുറേ സമയം നമ്മൾ കാച്ചാൻ പെരക്കി വെക്കണമല്ലേ, അപ്പം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വെച്ചോ, പിന്നെ നല്ല വേഗം മൊയ്തിട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് 2 ദിവസം കുറയൊന്നുമില്ല, കുറച്ച് കഷായ ആയിട്ടുണ്ട്. നമുക്കത് അയച്ചെടുക്കാം. കുടിക്കാനുള്ളത് ചിക്കൻ പൊരിച്ചെടുത്ത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഉണ്ട് ഇങ്ങനെയൊക്കെ പൊരിച്ചെടുക്കാൻ. എനിക്ക് ഇഷ്ടം ഇങ്ങനെ പൊരിക്കുന്നത്. എനിക്ക് സംശയമില്ലല്ലോ എന്തോ ഇല്ലയോ ഒന്നും. കോഴി പൊരിച്ചിട്ടാവാറ് വെള്ളം പോയി ചോറുള്ള റെഡിയായി.